പ്രസ് ഫോറം പ്രവർത്തകർ എല്ലാവർക്കും തപസ്യയിലേക്ക് സ്വാഗതം. തപസ്യയുടെ ഭരതനാട്യ കുട്ടികൾ ഭരതനാട്യം പഠിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നതിനാണ് നമ്മൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനം ഇവിടെ വെള്ളരിക്കുണ്ടിൽ ആരംഭിച്ചത് 1993 ഏപ്രിൽ 16 ഏകദേശം 30 വർഷത്തിലധികമായി സ്ഥാപനം മലയോര മേഖലയിൽ നൃത്തം, സംഗീതം എന്നിവയിൽ വിദഗ്ധമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി 1993 ഏപ്രിൽ 16 തപസ്യ ആരംഭിച്ചത്. നമുക്ക് 1998 കേരള സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. 2023 മണിപ്പൂർ വീർ തിക്കേന്ദർജിത്ത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമ്മൾ ഇവിടെ ഡാൻസും സംഗീതവും പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേഡ് എക്സാമും പിന്നെ ഡിപ്ലോമ എക്സാം ഒക്കെ നടത്തി വരുന്നുണ്ട്. ബാംഗ്ലൂർ സഞ്ചാരി കലാപരിഷത്ത് എന്ന ബോർഡാണ് എക്സാം നടത്തുന്നത്. അപ്പൊ ആ അംഗീകാരം കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തപസ്യ, കാസർഗോഡ് ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനവും. അപ്പൊ നിലവിൽ നമ്മൾ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു അരങ്ങേറ്റം നടത്തുക, അങ്ങനെയുള്ള ഒരു ബിസിനസ് ലക്ഷ്യത്തോടു കൂടി അല്ല നമ്മൾ നടത്തി വരുന്നത്. നമ്മൾ കുട്ടികൾ ആ രംഗത്ത് നൃത്തം, സംഗീതം എന്നിവയുടെ രംഗത്ത് അവർക്ക് എത്രമാത്രം ഉയരാൻ കഴിയുമോ ആ ലെവലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി നമുക്ക് തപസ്യക്കുണ്ട്. നമ്മൾ ഇതിനകം ധാരാളം പേരെ പഠിപ്പിച്ച് ഇപ്പൊ PG കഴിഞ്ഞ് ഡാൻസിനും സംഗീതത്തിനും ഒക്കെ MA BA ബിരുദം നേടിയവരും ഡോക്ടറേറ്റിന് ശ്രമിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ അധ്യാപകരെല്ലാം ഒന്നെങ്കിൽ ബിരുദം, അതാത് വിഷയങ്ങൾ ബിരുദം, ബിരുദാനന്തര ബിരുദം ഒക്കെ ഉള്ളവരാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 22ാമത്തെ അരങ്ങേറ്റമാണ് ഇപ്പൊ നടക്കുന്നത്. ഇത്തവണ അരങ്ങേറ്റം വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് 2 വൈകിട്ടാണ് നടക്കുന്നത്. മെയ് 2 വൈകിട്ട് 6 മണിക്ക് നമ്മുടെ അരങ്ങേറ്റ പരിപാടി മേക്കാട്ടില്ലത്ത് കുഞ്ഞിരാമ പട്ടേരി അവർകൾ വിളക്ക് കൊളുത്തി ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായി നമ്മുടെ എഴുത്തുകാരിയും നമ്മുടെ നാട്ടിലെ പ്രശസ്തയായ എഴുത്തുകാരിയും സിനിമാ നാടക കലാകാരിയും സാമൂഹിക പ്രവർത്തകയുമായ CP ശുഭ ടീച്ചർ മുഖ്യ അതിഥിയായിരിക്കും. നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ തപസ്യക്ക് വേണ്ടി എത്തുന്നത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ്, വെള്ളരിക്കുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് തോമസ് ചെറിയാൻ, നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി എന്നിവരാണ്. നമ്മുടെ കാര്യപരിപാടികൾ 6 മണിക്ക് ആരംഭിച്ച് ഉദ്ഘാടന ചടങ്ങുകൾ 7 മണിയോടെ അവസാനിക്കും. തുടർന്ന് നമ്മുടെ പ്രശസ്ത നാടൻ പാട്ട് കലാകാരനായ സുനിൽ കണ്ണൻ ഒരു സംഗീത സദസ്സ്, സുനിൽ കണ്ണന്റെ നേതൃത്വത്തിൽ ഒരു സംഗീത സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 7 മണിയോടുകൂടി ഭരതനാട്യ കുട്ടികളുടെ അരങ്ങേറ്റ പരിപാടി ആരംഭിക്കും. നമുക്ക് 16ഓളം കുട്ടികളാണുള്ളത് അരങ്ങേറ്റത്തിനുള്ളത്. കൂടാതെ നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളും നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ അരങ്ങേറ്റത്തോടനുബന്ധിച്ച് ചെയ്യാറുള്ള കാര്യം, നമുക്ക് ഇപ്പം കാലാകാലങ്ങളായി ചെയ്യുന്നത്, നമ്മൾക്കാവുന്ന പോലെ ഒരു സഹായം പാലിയേറ്റീവ് പോലെയുള്ള സംഘടനകൾക്കോ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അത് മുൻകാലങ്ങളിൽ ചെയ്തത് നമ്മൾ വാർത്തകളായിട്ടുണ്ട്, അത് നമ്മൾ ചിലർക്ക് അറിയാം അതൊക്കെ. അപ്പൊ ഇത്തവണ നമ്മളത് തീരുമാനിച്ചിട്ടുള്ളത് പരപ്പ തോടഞ്ചാൽ പ്രവർത്തിക്കുന്ന സിറ്റിസൺ സ്പോർട്സ് ക്ലബിന് വേണ്ടിയിട്ട് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു തുക അവർക്ക് വേണ്ടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് സാധാരണ നമ്മൾ അരങ്ങേറ്റ പരിപാടിയുടെ അന്ന് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കൊടുക്കാമെന്നാണ് ആലോചിച്ചത്. പക്ഷെ നമുക്ക് അന്നുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ വെച്ച് അത് ഏറ്റുവാങ്ങുന്നതിന് സിറ്റിസൺ ക്ലബിന്റെ പ്രവർത്തകരെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അവർ എത്തിയിട്ടുണ്ട്. പിന്നെ സിറ്റിസൺ ക്ലബിനോടൊപ്പം മാവുങ്കാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേവാഭാരതിക്കും നമ്മളൊരു തുക സംഭാവന ചെയ്യുന്നുണ്ട്. അത് അവരുടെ
ജില്ലാ ആസ്പത്രിയിലൊക്കെ അവരുള്ള ഭക്ഷണ വിതരണം മുതലായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ നമ്മളാവുന്ന വിധത്തിൽ സഹായിക്കുക എന്ന ലക്ഷ്യവും നമ്മുടെ അതും കൂടിയാണ് സേവാഭാരതിക്ക് അങ്ങനെ ഒരു സംഭാവന ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.